എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇപ്പോൾ നമ്മുടെ സഭയിൽ ഏറ്റവും വലിയ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ ഓടുള്ള പ്രാർത്ഥന എന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം. ഇതിനകത്ത് വലിയ അറിവും കാര്യങ്ങളൊന്നും എനിക്കില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഈ ലോകത്തിലേക്ക് കണ്ടമാനം നമ്മുടെ ബൈബിളിലെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് വന്നതും പല പല കാര്യങ്ങളും പല സ്ഥലങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയോട് വന്നപ്പോഴാണ് പരിശുദ്ധ അമ്മേനെ അഭിസംബോധന ചെയ്തതാണ് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്നുള്ള വാക്ക് മാലാഖയാണ് ആദ്യം ഉച്ചരിച്ചത്. അതിനുശേഷമാണ് മനുഷ്യരായ നമ്മൾ അത് പറയാനും ഏറ്റുപറയാനും തുടങ്ങിയത്. അതേപോലെ തന്നെ ഈശോനെ ശരീരത്തിൽ ഒരു വ്യക്തി ദൈവത്തെ ശരീരത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് മാതാവിലൂടെയാണ്. മാതാവ് ശരീരത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ദിവ്യകാരുണ്യമായിട്ട് നമ്മുടെ അതരങ്ങളിലേക്ക് ഈശോയെ സ്വീകരിക്കാൻ കഴിയുന്നത്. അതേപോലെ മാതാവിനെ അതിന് കരുത്ത് നൽകിയത് മാതാവിൻ്റെ ബ്രഹ്മചര്യവും അനുസരണവും ദാരിദ്ര്യം എന്നുള്ള 3 പുണ്യങ്ങളാണ്. അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നുള്ള വൈദികരും സിസ്റ്റേഴ്സും അത് ജീവിതവ്രതമാക്കി സ്വീകരിക്കണേ. ഈശോയെ പരിപൂർണമായിട്ട് നേടാനായിട്ട് അവർ നമ്മുടെ അച്ഛന്മാരായാലും കന്യാസ്ത്രീമാരായാലും സിസ്റ്റേഴ്സ് അവർ ബ്രഹ്മചര്യമാണ് അവരുടെ ഏറ്റവും വലിയ വ്രതം. അത് കഴിഞ്ഞ അനുസരണം, അത് കഴിഞ്ഞ ദാരിദ്ര്യം. ഈ 3 വ്രതത്തിലൂടെയാണ് അവർ ഈശോയെ പൂർണ്ണമായിട്ട് നേടുന്നത്. പരിശുദ്ധ അമ്മേനെ പിന്തുടർന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതേപോലെ പരിശുദ്ധ അമ്മയാണ് സ്ലേഹന്മാരെ ഈശോ മരിച്ചതിന് ശേഷം സ്ലേഹന്മാരെ ഒന്നിച്ചു കൂട്ടി പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചതും പ്രേരിപ്പിച്ചതും. അതേപോലെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അവിടെ ഏറ്റവും കൂടുതലുണ്ടായത്. ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനകത്ത് ഒരു സങ്കോചത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ അറിവ് അല്ല, നമുക്ക് തിരിച്ചറിവാണ് വേണ്ടത്. നമ്മളെന്താണ് പ്രാർത്ഥിക്കണേ എന്നുള്ളതിനുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അത് നമ്മുടെ ഒരു തീരുമാനം നമ്മുടെ സഭയിലെടുക്കുമ്പോൾ അതിന് ആധികാരികമായ പഠനങ്ങൾ ഒരുപാട് നടത്തിയിട്ടാണ് നമ്മുടെ സഭയിലൊരു തീരുമാനം അല്ലെങ്കിൽ അതിനൊരു കാര്യം വരണത് എന്നുള്ളത് നമ്മുടെ സഭയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൈകളിലെത്തുന്ന നമ്മുടെ കാതുകളിലെത്തുന്ന വാർത്ത ഇതെല്ലാം വളച്ചൊടിച്ചും ഇതെല്ലാം മറ്റുള്ളവരുടെ രീതിയിൽ പറഞ്ഞ് പരപ്പിച്ചതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് തെറ്റിദ്ധാരണ വരാണ്ടിരിക്കണമെങ്കിൽ നമ്മളെന്താണ് പ്രാർത്ഥിക്കണത്, നമ്മളെന്തിനാണ് പ്രാർത്ഥിക്കണത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഒരു വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ ഒരു കൊന്ത ചൊല്ലണതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന. അത് എനിക്കറിവ് വെച്ച നാൾ മുതൽ എൻ്റെ വീടുകളിലായാലും ഞാൻ പോകണോടത്തായാലും ഒക്കെ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലി പഠിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നത്. അന്നൊന്നും എനിക്ക് അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യക്തതയൊന്നും മനസ്സിലായിട്ടുണ്ടായില്ല. അതായത് അറിവുണ്ടായിരുന്നു, പക്ഷെ തിരിച്ചറിവുണ്ടായില്ല. തിരിച്ചറിവ് വന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തുകളിലാണ് എനിക്ക് എന്താണ് ഞാൻ പ്രാർത്ഥിക്കണമെന്നുള്ളതും അതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്നും മനസ്സിലായത്. എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളിൽ നിന്ന് ഒഴിവാവാനും നമ്മുടെ പരിശുദ്ധ അമ്മയോടുള്ള അപേക്ഷകളും സ്നേഹവും പൂർണ്ണമായിട്ടും നിലനിർത്താനും കഴിയും. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.